നമസ്കാരം. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ പെൺകുട്ടിക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ തീരുമാനം. സംഭവം വിവാദമായതോടെ പെൺകുട്ടി പരസ്യമായി പ്രധാനമന്ത്രിയോട് ഖേദപ്രകടനം നടത്തുകയും പ്രധാനമന്ത്രി ആ മാപ്പപേക്ഷ ഉദാരമായി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിക്കെതിരെ നേരത്തെ തയ്യാറാക്കിയ സീറോ എഫ്ഐആറിൽ കൂടുതൽ അന്വേഷണമോ പുതിയ കേസ് രജിസ്ട്രേഷനോ ആവശ്യമില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുകയായിരുന്നു. വിവാദപരമായ സംഭവത്തിൽ നോയിഡ പോലീസാണ് ആദ്യമായി സീറോ എഫ്ഐആർ തയ്യാറാക്കി നിയമ നടപടികൾക്ക് തുടക്കമിട്ടത്. കേസ് രേഖകളിൽ പെൺകുട്ടിക്ക് 25 വയസ്സുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും അത് തെറ്റാണ് എന്നും തന്റെ മകൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുമുള്ള വെളിപ്പെടുത്തലുമായി മാതാവ് പിന്നീട് രംഗത്തെത്തുകയുമായിരുന്നു. തുടർന്നാണ് കേസിന്റെ തുടർ നടപടികൾക്കായി നോയിഡ പോലീസ് എഫ്ഐആർ ഡൽഹി പോലീസിലേക്ക് കൈമാറിയത്. സംഭവം കൈവിട്ടുപോയതോടെ തനിക്ക് പറ്റിപ്പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പെൺകുട്ടി തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ പെൺകുട്ടിയുടെ യാചന അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിലും കേസ് നിലനിൽക്കുന്നത് കുട്ടിയുടെ ഭാവി ജീവിതത്തെ തകർക്കുമെന്ന ആശങ്ക മാതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാവശ്യ നീക്കങ്ങളിൽ അവർ വലിയ അസ്വസ്ഥതയും അമർഷവും പ്രകടിപ്പിച്ചു. ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതോടെ വിഷയം വളരെ സീരിയസ് ആയി പരിശോധിക്കാൻ ഡൽഹി പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു. പെൺകുട്ടി നടത്തിയത് ഒരു കൗമാരിക ചാബല്യം മാത്രമാണെന്നും അത് തിരുത്തി പ്രധാനമന്ത്രിയോട് നേരിട്ട് മാപ്പ് പറയുകയും പ്രധാനമന്ത്രി അത് സ്വീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തന്നെക്കുറിച്ചും തന്റെ മാതാവിനെക്കുറിച്ചും വളരെ മോശപ്പെട്ട ഭാഷയിൽ വിദ്യാർത്ഥികൾ സംസാരിച്ചുവെന്നും അത് നല്ലതല്ല എന്നും വികൃതിയായ കുട്ടികളോട് ഒരു രക്ഷിതാവ് ക്ഷമിക്കുന്നത് എങ്ങനെയാണോ അത്തരത്തിൽ താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ക്ഷമ മാത്രമേ ഉള്ളൂ, കേസ് പിൻവലിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തയിൽ നിന്നും കേസ് പിൻവലിച്ചതായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയുടെ പ്രായവും പരസ്യമായ മാപ്പപേക്ഷയും കണക്കിലെടുത്ത സംഭവത്തിൽ ഇനി യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് അധികൃതർ നൽകുന്നത്. ഇതോടെ വലിയൊരു കേസിന്റെയും ജയിൽവാസത്തിന്റെയും നിഴലിൽ നിന്നും ആ കൗമാരക്കാരിക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്. ജൂലൈ 23 ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനിടയിൽ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരവും അപകീർത്തികരവുമായ ഭാഷ ഉപയോഗിച്ചു എന്നാരോപിച്ച് ഗാസിയാബാദ് സ്വദേശി നോയിഡയിലെ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിലാണ് ഈ പെൺകുട്ടിയുടെ പേര് ഉൾപ്പെടുത്തിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ 352 അഥവാ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവമായ അധിക്ഷേപം, 353 ക്ലോസ് 1 പൊതുജനങ്ങളിൽ അശാന്തി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ, 356 ക്ലോസ് 1 മാനനഷ്ടം എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സംഭവം ഡൽഹിയിലാണ് നടന്നതെന്നതിനാൽ തുടരന്വേഷണത്തിനായി സീറോ എഫ്ഐആർ ഡൽഹി പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതിഷേധത്തിന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു സംഭവം പുറത്തുവന്നത്. തുടർന്ന് പോലീസ് സിംഗിനെ തിരിച്ചറിയുകയും നോയിഡയിലെ വിലാസം കണ്ടെത്തുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും നോയിഡയിൽ നിന്നുമുള്ള പോലീസ് സംഘങ്ങൾ അവരുടെ റെസിഡൻഷ്യൽ സൊസൈറ്റി സന്ദർശിക്കുകയും മാനേജ്മെന്റിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഘട്ടത്തിലാണിപ്പോൾ കേസ് പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്.